ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇംഗ്ലീഷ് വൊക്കാബുലറി നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ മാത്രമാണ് ക്ലാസ് 10 വൊക്കാബുലറീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഫ്രേസൽ വെർബ്സ് ആണ്. ബ്രിങ് അപ്പ്, ടു ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്റ്റ്. അതിങ്ങനെ ഓർത്താൽ മതി. നമ്മൾ പറയും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറയും ഇപ്പോൾ ഒരു പഴയ കാര്യം നമ്മളിപ്പോൾ പൊക്കിക്കൊണ്ട് വന്നു എന്ന് പറയും. ബ്രിങ് അപ്പ്, മുകളിലേക്ക് കൊണ്ടുവരുന്ന കാര്യമില്ലേ, ബ്രിങ് അപ്പ്. ടു ഇൻട്രൊഡ്യൂസ് ഓർ മെൻഷൻ എ സബ്ജക്റ്റ്, അതാണ് ബ്രിങ് അപ്പ്. സോഷ്യൽ മീഡിയ ഓർത്താൽ കിട്ടും. ഇനി സ്പീക്കപ്പ്. സ്പീക്കപ്പ് എന്താണ്? ടു സ്പീക്ക് മോർ ലൗഡ്ലി. സ്പീക്ക് തന്നെ ഓർത്താൽ മതി. അപ്പ് എന്ന് പറയുമ്പോൾ വോളിയം കൂട്ടുന്നതായിട്ട് ഓർത്താൽ മതി. ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. തുറന്ന് പറയുക അല്ലെങ്കിൽ ഉറക്കെ പറയുക, അതാണ് സ്പീക്കപ്പ്. ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. ഇനി എഫേർട്ടൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ പറയില്ല ഡോണ്ട് ഗിവ് അപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എഫേർട്ട് ഇടുന്നത് നിർത്തരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പോൾ ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്, അതാണ് ഓർത്താൽ മതി. ഗിവ് അപ്പ്, ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. അപ്പോൾ നമ്മൾ ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ നമുക്ക് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാലൊക്കെ നമ്മളെന്തോ ചെയ്യുന്നത് നിർത്തരുത് എന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. കോളപ്പ് എന്താണ്? ടു സമ്മൺ സംവൺ. സമ്മൺ എന്ന് പറഞ്ഞാൽ വിളിക്കുക, വിളിച്ചുകൊണ്ട് വരിക, അതാണ് സമ്മൺ. സമ്മൺ ഒരാളെ വിളിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ കോൺടാക്ട് സമ്മൺ ഓവർ ദ ഫോൺ. ഫോണിലൂടെ അവരെ വിളിക്കുക, അതാണ്. കോളപ്പ് എന്ന് പറഞ്ഞാൽ വിളിച്ച് വരുത്തുക അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുക, കോൺടാക്റ്റ് ചെയ്യുക, അതാണ് കോൾ അപ്പ് എന്ന് പറയുന്നത്. കോളപ്പ്. ഓക്കെ. വിളിച്ച് വരുത്തുക അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. ഇനി ടേൺ അപ്പ് എന്നാണ്. അതൊരു PYQ ആണ്. ടേൺ അപ്പ് ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ടെക്സ്റ്റിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കിടന്നൊരു ബോക്സാണിത്. ഇപ്പോൾ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ ടു അറൈവ് ഓർ അപ്പിയർ, എത്തിച്ചേരുക അല്ലെങ്കിൽ അപ്പിയർ എന്നാണ് അർത്ഥം. ഓക്കെ. ടു അറൈവ് അല്ലെങ്കിൽ ടു അപ്പിയർ. ടേൺ അപ്പ് ടു അറൈവ് ഓർ അപ്പിയർ. അടുത്തത് ലുക്കപ്പ്. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സെർച്ച് അല്ലെങ്കിൽ ടു ഫൈൻഡ്. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് അല്ലെങ്കിൽ ഫൈൻഡ്. സെർച്ചാണ് മോസ്റ്റ്ലി ഓപ്ഷനിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് അല്ലെങ്കിൽ ടു ഫൈൻഡ്. ഓക്കെ. സെർച്ച് ഓർ ടു ഫൈൻഡ്. അടുത്തത് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ രണ്ട് അൺറിലേറ്റഡ് തിങ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയുന്നതാണ് മെറ്റഫർ. കമ്പയർ ചെയ്യാണ്, ചേർത്ത് പറയില്ല, കമ്പയർ ചെയ്യാണ്. ഓക്കെ. ഇനി അലിട്രേഷൻ എന്താണ്? ആദ്യാക്ഷരപ്രാസം എന്നൊക്കെ പറയാം. കാരണം ലിറ്റററി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ റിപ്പീറ്റായിട്ട് സെയിം സൗണ്ട് രണ്ട് വേർഡ്സ് തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരേ സൗണ്ട് കൊടുക്കുന്ന ആദ്യാക്ഷരപ്രാസം എന്ന് പറയാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും വാക്ക് തുടങ്ങുന്ന ആയിലാണെങ്കിൽ അടുത്ത വരിയിലും ആയിൽ തന്നെ തുടങ്ങുക, അങ്ങനെ. അപ്പോൾ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രാസം വെച്ചിട്ടാണെന്ന് ഓർക്കുക, ആദ്യാക്ഷരപ്രാസം എന്ന് ഓർക്കുക. അടുത്തത് ഐറണി എന്താണ്? ദ യൂസ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് സംതിങ് അതർ ദാൻ ദെയർ ലിറ്ററൽ മീനിങ്, യൂഷ്വലി ദ ഓപ്പോസിറ്റ്. ഓക്കെ. ശരിക്കും ഒരു കാര്യം പറയുകയാണ്, പക്ഷേ അത് ലിറ്ററൽ മീനിങ് അല്ല പറയുന്നത്, മോസ്റ്റ്ലി ഓപ്പോസിറ്റായ ഒരു കാര്യമായിരിക്കും പറയുന്നത്. ഐറണി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ശരിക്കുള്ള മീനിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾ പറയുക. അതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. അത് നമ്മൾ പറയണം അതൊരു സീരിയസ് സിറ്റുവേഷനാണ്, നമ്മൾ പറയാം അത് ഭയങ്കര കോമഡി ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അത് ഐറണിയാണ്. ഇനി ഹൈപ്പർബോൾ, അത് എക്സാജറേഷനാണ്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ എക്സാജറേറ്റ് ചെയ്യുന്നതാണെന്ന് പോലെയാണ് അവർ പെരുമാറുക, ഹൈപ്പർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഹൈപ്പർബോൾ, എക്സാജറേഷൻ. അടുത്തത് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ശരിക്കും ആൻസർ ആവശ്യമില്ല, അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഉറങ്ങുന്ന ഒരാളോട് ഉറങ്ങുവാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസൻറ്റ് റിക്വയർ ആൻ ആൻസർ ആസ് ഇറ്റ് ഈസ് ഒബ്വിയസ്, അതാണ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റഫർ എന്ന് പറഞ്ഞാൽ ടു അൺറിലേറ്റഡ് തിങ്സിനെ കമ്പയർ ചെയ്യുന്നു. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യാക്ഷരപ്രാസം. ഐറണി എന്ന് പറഞ്ഞാൽ ഒരു വേർഡിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ശരിക്കും ലിറ്ററൽ മീനിങ് ആയിട്ടല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ പറയും. ഇനി ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഓർക്കുക, എക്സാജറേഷൻ ഓർക്കുക. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസൻറ്റ് റിക്വയർ ആൻ ആൻസർ ബിക്കോസ് ഇറ്റ് ഈസ് ഒബ്വിയസ്. ഇനി നമുക്ക് ഗ്ലോസറിയിലുള്ള ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഗ്ലോസറിയിലുള്ളതാണ് ആർട്ടിലറി. ആർ വെച്ചിട്ട് വാർ ഓർക്കുക. ലാർജ് ഗൺസ് യൂസ്ഡ് ഇൻ വാറാണ് ആർട്ടിലറി. കാസ്റ്റ് അവേ എന്താണ്? എ സ്ട്രാൻഡഡ് പേഴ്സൺ, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ, അതാണ് കാസ്റ്റ് അവേ, ഒറ്റപ്പെട്ടു പോയത്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയാം. ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ് നിൽക്കുക, സോക്ഡ്, അതാണ്. ഇനി എംബാരസ്, ടു കോസ് ഷെയിം, നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് എംബാരസ്. ഇനി ഗ്രാൻഡ്യൂർ എന്താണ്? ഇപ്പോൾ ഗ്രാൻഡായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുമെന്ന് ഓർക്കുക. അപ്പോൾ ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ ഇംപ്രസീവ് അപ്പിയറൻസ് ഓർ സ്റ്റൈലാണ് ഗ്രാൻഡ്യൂർ എന്നാണ് ഇംപ്രസീവ് അപ്പിയറൻസ് ഓർ സ്റ്റൈൽ. ആ സ്പെല്ലിങ് നമുക്ക് ഗ്രാൻഡ് കഴിഞ്ഞ് EUR ആണ് കേട്ടോ, ഗ്രാൻഡ്യൂർ എന്ന് എഴുതുന്നത്. അത് ചിലപ്പോൾ
കറക്റ്റ് സ്പെല്ലിങ് ചോദിക്കുന്നതിൽ വരാം. ഗ്രാൻഡിയോർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എഴുതുക, EUR എഴുതുക. ഡി ആണ് കേട്ടോ, DEUR. ഇനി ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നിൽക്കണേ എന്ന് പറയില്ലേ, അതാണ്. ടു സ്റ്റേ ആൻഡ് റിമെയിൻ ഹോപ്പ്ഫുൾ. ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിങ്ങൾ നടക്കും, അത് പറയില്ല, അതാണ് ടു സ്റ്റേ ആൻഡ് റിമെയിൻ ഹോപ്പ്ഫുൾ. ഇനി ഇംപീഡ് എന്താണ്? ടു പ്രിവെൻറ്റ് ഓർ ഹിൻഡർ, തടയുക അല്ലെങ്കിൽ മറയ്ക്കുക, ആണ് ഇംപീഡ് എന്ന് പറയുന്നത്. ഇംപീഡ് ഒരു വെർബാണ്. ഹാങ് ഓൺ ഒരു ഫ്രേസൽ വെർബാണ് കേട്ടോ. ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ ടു സ്റ്റേ ആൻഡ് റിമെയിൻ ഹോപ്പ്ഫുൾ. ഇംപീഡ് എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്. ടു പ്രിവെൻറ്റ് ഓർ ഹിൻഡർ, തടയുക അല്ലെങ്കിൽ മറയ്ക്കുക. ഇനി ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. ഡയലക്റ്റ് ഒരു നൗണാണ്. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവാണ്. ഇങ്ങനെ ചോദിക്കാറുണ്ട്, 2 വേർഡ്സ് തന്നിട്ട് ഇത് എന്തിൻ്റെ കോമ്പിനേഷനാണ്? നൗൺ പ്ലസ് നൗൺ, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, ആഡ്വേർബ് പ്ലസ് വെർബ്, അങ്ങനെയൊക്കെ തരാറുണ്ട്. അപ്പം ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അതാണ് കോംപ്രിഹെൻസിബിൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കോംപ്രിഹെൻസിബിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻകോംപ്രിഹെൻസിബിൾ. മനസ്സിലാക്കാൻ പറ്റാത്തത്, അതായത് അല്ലെങ്കിൽ അൺനോൺ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അൺനോൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് അൺനോൺ ആയിരിക്കും. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത് ഇതായിരിക്കും എന്ന് മനസ്സിലാവില്ല, അതാണ് അൺനോൺ അപ്പോൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. അപ്പം അൺനോൺ ലാംഗ്വേജ് ആണ്. അപ്പോൾ കോംപ്രിഹെൻസിബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻകോംപ്രിഹെൻസിബിൾ. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, അപ്പോൾ അൺനോൺ ലാംഗ്വേജ്. ഓക്കെ. ഇനി ഇൻഫെർണോ FERNO ആണ്. ഇൻഫെർണോ എന്ന് പറഞ്ഞാൽ ഹെല്ലിഷ് പ്ലേസ്, നരകം തുല്യമായൊരു സ്ഥലം. ഓക്കെ, നരകതുല്യമായൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻഫെർണോ, എ ഹെല്ലിഷ് പ്ലേസ്. ഹെൽ എന്ന് പറഞ്ഞാൽ നരകം. ഓക്കെ. ഇനി ഇൻവാലിഡ് എന്നാണ്. ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് അൺഅക്സെപ്റ്റബിൾ ആണ്, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നോട്ട് ലീഗൽ എന്നുള്ള പോലെ ആണ് ഇൻവാലിഡ് പാസ്വേഡ് എന്നൊക്കെ പറയുന്നത്. അത് അഡ്ജക്റ്റീവ് ഫോമാണ്. ഇൻവാലിഡിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് അങ്ങനെ പറയുന്നത്. അൺഅക്സെപ്റ്റബിൾ ആണ് എന്നൊക്കെ പറയുന്ന വേർഡ് ഇൻവാലിഡ് അഡ്ജക്റ്റീവ് ആണ്, നോൺ അക്സെപ്റ്റബിൾ. എന്നാൽ ഇവിടെ ഇൻവാലിഡ് നൗൺ ആണ് തന്നിരിക്കുന്നത്, അഡ്ജക്റ്റീവ് അല്ല. ഇൻവാലിഡ് നൗൺ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി. എന്തെങ്കിലും ഒരു അസുഖം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി കൊണ്ടോ ഒരു ഡിസബിലിറ്റി വന്നിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ ഇൻവാലിഡ് എന്ന് പറയുന്നത്. ഓക്കെ. നൗൺ ഫോമിൽ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്, അത് ഇൽനെസ് കൊണ്ടോ ഇഞ്ചുറി കൊണ്ടോ ആണ് ഡിസബിലിറ്റി ഉണ്ടായത് എങ്കിൽ അദ്ദേഹത്തെ പറയുന്നതാണ് ഇൻവാലിഡ് എന്ന്. ഓക്കെ. എ പേഴ്സൺ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി, അത് നൗൺ ഫോമിൽ അതാണ് അർത്ഥം ഇൻവാലിഡിൻ്റെ. ഓക്കെ. അഡ്ജക്റ്റീവ് ആണെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആണ്. ഇനി ഇറിഡിസെൻ്റ് എന്ന് ഓർക്കുക. ഇറിഡിസെൻ്റ് അഡ്ജക്റ്റീവ് ആണ്, ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്. ഇറിഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് ഷൈനിങ്. ഇനി ലാഡർ എന്ന് പറഞ്ഞാൽ LARDER ആണ് കേട്ടോ. ലാർഡർ നൗണാണ്. എ സ്മോൾ സ്റ്റോർ റൂം, ഒരു ചെറിയ സ്റ്റോർ റൂമാണ്. ഇനി ലോഫ്റ്റോ, അതും ഒരു സ്റ്റോർ റൂം തന്നെയാണ്. എ റൂം അണ്ടർ ദ റൂഫ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ്, ഒരു റൂഫിന് കീഴിലുള്ള റൂമാണ് സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാർഡറും ലോഫ്റ്റും സ്റ്റോർ റൂം തന്നെയാണ്. അടുത്തത് മാഗ്നാനിമസ് അഡ്ജക്റ്റീവാണ്, അത് ജനറസ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് കൈൻഡ് എന്ന് പറയാം. ഒരു പേഴ്സണെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മാഗ്നാനിമസ്, ജനറസ്, കൈൻഡ് ഹാർട്ടഡ് എന്നൊക്കെ പറയാം. അപ്പോൾ മാഗ്നാനിമസ്, ജനറസ് അല്ലെങ്കിൽ കൈൻഡ് പേഴ്സൺ. ഓക്കെ, കൈൻഡ് ഹാർട്ടഡ് എന്നൊക്കെ പറയാം മാഗ്നാനിമസിന്. ഇനി നെയ്വ് എന്താണ്? റിവീലിംഗ് എ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് നെയ്വ് എന്താണ്? എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ. ഓക്കെ. വെറ്റേറിയൻ ഓപ്പോസിറ്റായിട്ട് നമുക്ക് നെയ്വ് പറയാം, മെച്ചൂർ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ റെസൊണൻറ്റ് എന്ന് നമ്മൾ റെസൊണൻസ് പഠിച്ചിട്ടില്ലേ ഫിസിക്സ് പഠിക്കുമ്പോൾ? റെസൊണൻസ് എന്താ? ഒരു ലൗഡ് സൗണ്ട് ഉണ്ടാകുന്നു, 2 ശബ്ദങ്ങളും വൈബ്രേഷൻ ഒരുപോലെ ആകുമ്പോഴത്തേക്കും ലാർജ് സൗണ്ട് ഉണ്ടാകും, അതാണ് റെസൊണൻസ് എന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ റെസൊണൻറ്റ് എന്ന് പറഞ്ഞാൽ ലൗഡ് ആൻഡ് ക്ലിയർ. ഇനി എക്സോർബിറ്റൻ്റ്, ഒരു ഓർബിറ്റ് ഓർക്കുക, അതിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പുറത്തേക്ക് ചെയ്യാം. അപ്പോൾ എക്സോർബിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്. ഓക്കെ. ഇനി പ്രൊക്യൂർ, ടു ഗെറ്റ് സംതിങ് വിത്ത് ആൻ എഫേർട്ട്. ഓക്കെ. അപ്പോൾ അക്യൂർ എന്ന് പറഞ്ഞാൽ, അക്യൂർ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം നമ്മൾ എഫേർട്ടോടെ നേടിയെടുക്കുന്നതാണ് അക്യൂർ. അപ്പോൾ പ്രൊക്യൂറും അത് തന്നെയാണ്. പ്രൊക്യൂർ എന്താണ്? ഒരു എഫേർട്ട് കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, കീപ് വാച്ചിങ്.